ലോകകപ്പ് നോക്കൌട്ടിൽ ആവേശകരമായ മത്സരത്തിൽ നോർവേക്ക് ജയം. ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. പ്രീ ക്വാർട്ടറിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെയാണ് നോർവേ നേരിടുക. ഫിഫ ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിലൊന്നിനാണ് അമേരിക്കയിലെ ഡാളസ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. നോക്കൌട്ട് ഘട്ടത്തിലെ കടുത്ത പോരാട്ടത്തിൽ കരുത്തരായ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി നോർവേ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. ആദ്യ വിസിൽ മുഴങ്ങിയത് മുതൽ ഇരു ടീമുകളും ആക്രമണ ഫുട്ബോളാണ് പുറത്തെടുത്തത്. മാർട്ടിൻ ഒഡേഗാർഡ് നയിച്ച നോർവേ മധ്യനിരയും ഫ്രാങ്ക് കെസ്സിയുടെ നേതൃത്വത്തിലുള്ള ഐവറി കോസ്റ്റ് നിരയും തമ്മിൽ കടുത്ത പോരാട്ടത്തിനാണ് തിരികൊളുത്തിയത്. എന്നാൽ കളിയുടെ 39-ാം മിനിറ്റിൽ നോർവേ മത്സരത്തിൽ ലീഡ് നേടി. 21-കാരനായ യുവതാരം ആന്റോണിയോ ന്യൂസയാണ് ഐവറി കോസ്റ്റ് ഗോൾ കീപ്പർ യഹിയ ഫെഫാനിയെ കാഴ്ചക്കാരനാക്കി പന്ത് വലയിലേക്ക് എത്തിച്ചത്. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിൽ നോർവേക്കായി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ന്യൂസ സ്വന്തമാക്കി. ഒരു ഗോൾ വീണതോടെ കളിയിലേക്ക് തിരിച്ചുവരാൻ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റ് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 59-ാം മിനിറ്റിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം അമാദ് ഡിയാലോ മത്സരത്തിന്റെ ഗതി മാറ്റി. 74-ാം മിനിറ്റിൽ മനോഹരമായ മുന്നേറ്റത്തിനൊടുവിൽ ബോക്സിനുള്ളിലെ ഡിഫൻഡർമാരെ വെട്ടിച്ച് ഡിയാലോ നേടിയ സോളോ ഗോൾ ഐവറി കോസ്റ്റിന് സമനില സമ്മാനിച്ചു. മത്സരം സമനിലയിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ച നിമിഷത്തിലാണ് നോർവേയുടെ രക്ഷകനായി ഹാളണ്ട് അവതരിച്ചത്. കളിയുടെ 86-ാം മിനിറ്റിൽ ബോക്സിലേക്ക് വന്ന ഒരു ക്രോസ് മനോഹരമായി സ്വീകരിച്ച അദ്ദേഹം വലയിലേക്ക് തിരിച്ചുവിട്ടതോടെ നോർവേ ക്യാമ്പിൽ വിജയാഹ്ലാദം അലയടിച്ചു. വിജയത്തോടെ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്ത നോർവേ മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ നേരിടും. വേൾഡ് കപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്.